മണികണ്ഠനു മലമേലൊരു മണിമന്ദിരമുണ്ട്, മകരം പുലരുമ്പോൾ അവിടെ അഭിഷേകവുമുണ്ട്. മണികണ്ഠനു മലമേലൊരു മണിമന്ദിരമുണ്ട്, മകരം പുലരുമ്പോൾ അവിടെ അഭിഷേകവുമുണ്ട്. നെയ് വിളക്കുകൾ നിറയെ നിറയെ നട തുറക്കുമ്പോൾ എരിയെ എരിയെ, പടി 18 മുകളിൽ വാഴുന്ന പരമ്പൊരുളെ ശരണം തരണം, പരമ്പൊരുളെ ശരണം തരണം, പരമ്പൊരുളെ ശരണം തരണം, എന്റെ പരമ്പൊരുളെ ശരണം തരണം, പരമ്പൊരുളെ ശരണം തരണം. ശബരിമല വ്രതാനുഷ്ഠാനത്തോടനുബന്ധിച്ച് ഭക്തർ നടത്തുന്ന ഒരു ചടങ്ങാണ് ആഴിയും പടുക്കയും എന്നത്. ദേവതാ പൂജയും ആഴി ജ്വലിപ്പിച്ച് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ ചടങ്ങ്. വെള്ളംകുടി എന്നും ഈ ചടങ്ങ് അറിയപ്പെടുന്നു. സ്വാമിയേ 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 സ്വാമിയേ. മണ്ഡലവ്രതത്തോടനുബന്ധിച്ചാണ് ആഴിയും പടുക്കയും പൊതുവെ കണ്ടുവരുന്നത്. ക്ഷേത്രങ്ങളിൽ വച്ചും വീടുകളിൽ വച്ചും ഈ ചടങ്ങ് നടത്തിവരുന്നു. ആഴി എന്നാൽ തീക്കുണ്ഠവും പടുക്ക എന്നാൽ നിവേദ്യ വസ്തുക്കളുമാണ്. അവൽ, മലർ, കൽക്കണ്ടം, പഴം തുടങ്ങിയവയ്ക്കാണ് പടുക്ക എന്ന് പറഞ്ഞു വരുന്നത്. ആഴിയും പടുക്കയും എന്ന ചടങ്ങ് പൊതുവെ കണ്ടുവരുന്നത് ദക്ഷിണ കേരളത്തിലാണ്. ഉത്തര കേരളത്തിൽ ഇതിന് സമാനമായ ചടങ്ങാണ് അയ്യപ്പൻ വിളക്ക് എന്നറിയപ്പെടുന്നത്. മണികണ്ഠൻ പന്തളം രാജ്ഞിയുടെ രോഗശമനത്തിനായി പുലിപ്പാല് തേടി വനത്തിലെത്തി. രാത്രി വനത്തിൽ അഗ്നികുണ്ഡമൊരുക്കി മണികണ്ഠൻ ശിവപൂജ നടത്തിയെന്നും അതിന്റെ അനുസ്മരണമാണ് ഈ ചടങ്ങെന്നും ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം എന്തുതന്നെയായാലും രോഗനിവാരണത്തിനും ഈശ്വരപ്രീതിക്കും വേണ്ടിയാണ് ആഴിയും പടുക്കയുമെന്ന ചടങ്ങ് നടത്തിവരുന്നത്. ആഴിയും പടുക്കയുമെന്ന അനുഷ്ഠാനത്തിന് മുന്നോടിയായി താൽക്കാലികമായൊരു ക്ഷേത്രം പണിയുക എന്ന ചടങ്ങാണ് നടക്കുക. പാലമരത്തിന്റെ ശിഖരം കൊണ്ട് തൂൺ നാട്ടിയാണ് ഈ താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഭക്തി പുരസരമാണ് ക്ഷേത്രത്തിനുള്ള പാലമരത്തിന്റെ ശിഖരം മുറിക്കുന്നത്. കന്നി അയ്യപ്പനാവണം ശിഖരം മുറിക്കേണ്ടതെന്നാണ് നിയമം. ശരണമന്ത്രം മുഴക്കി മുറിച്ചെടുക്കുന്ന ശിഖരം ഭൂസ്പർശമേൽക്കാതെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തെത്തിക്കുന്നു. 16 അടി സമചതുരത്തിലാണ് താൽക്കാലികമായ ക്ഷേത്രം നിർമ്മിക്കുക. മുറിച്ചെടുത്ത പാലമര ശിഖരം ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ തൂണായി നാട്ടുന്നു. മറ്റു 3 തൂണിനും കവുങ്ങിൻ തടിയാണ് ഉപയോഗിക്കുക. ഈ വിധം കുരുത്തോലയും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നു. കുലവാഴകളും അലങ്കാരത്തിന് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നു. ക്ഷേത്രം പണിതു കഴിഞ്ഞാൽ ദൈവങ്ങളെ കുടിയിരുത്തുക എന്ന ചടങ്ങാണ്. അയ്യപ്പൻ, ഗണപതി, സരസ്വതി, കടുത്തസ്വാമി, വാവർ, മാളികപ്പുറം തുടങ്ങിയ ദേവതകളെ ഇതിൽ കുടിയിരുത്തുന്നു. തുടർന്ന് ഈ ദേവതകൾക്ക് പൂജ നടത്തും. ഈ സമയത്ത് നിവേദിക്കുന്ന പൂജാദ്രവ്യങ്ങളാണ് പടുക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂജ കഴിച്ച് അയ്യപ്പനെ നമ്മൾ ആവാഹിച്ച് പന്തലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങുന്ന നാളികേരത്തിൽ ദീപം കൊളുത്തി കന്യയ്യപ്പനെ ഏൽപ്പിക്കുകയാണ്. കന്യയ്യപ്പനാണ് ചടങ്ങുകൾ ചെയ്യേണ്ടുന്നത്. കന്യയ്യപ്പൻ ഇത് വലം വെച്ച് നമ്മൾ ക്ഷേത്രത്തിന് വലം വെക്കുന്ന അതേ മൂല്യമാണുള്ളത്. ഇത് വലം വെച്ചിട്ട് അവിടെ ആഴിയുടെ സ്ഥലത്ത് കൊണ്ട് നാളികേരം വെക്കുന്നു. ബാക്കി അയ്യപ്പന്മാർ വിറക് വെക്കുകയാണ്. ഇതിന് ഈ പൂവണ്ണിൻ്റെ വിറകാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പൂവണ്ണ് തീ കത്തിക്കുകയാണത്. അങ്ങനെ തീ കത്തിച്ചാലും വരത്തു ശരണം വിളി. ആഴിക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ ശരണം വിളി വേണമെന്നാണ് പറയുന്നത്. ആഴി കൂട്ടി കനൽ കൂമ്പാരമായതിനുശേഷം പൂജാരി ആഴിപൂജ നടത്തും. ആഴിപൂജയ്ക്ക് ശേഷം അയ്യപ്പന്മാർ വട്ടത്തിൽ ശരണമന്ത്രം ഉച്ചത്തിൽ ഉരുവിട്ട് ആഴിക്ക് പ്രദക്ഷിണം വയ്ക്കും. ശരണമന്ത്രത്തിന് അകമ്പടിയായി ചെണ്ടമേളവും ഉണ്ടാകും.
ശരണമന്ത്രം ഉരുവിട്ട് ആഴിപ്രദക്ഷിണം നടത്തുന്ന ഭക്തന്മാരുടെ പ്രദക്ഷിണ ചലനം ഒരു വേള ദ്രുതഗതിയിലാവുന്നു. ദേഹമെന്ന ഭൗതിക യാഥാർത്ഥ്യം വെടിഞ്ഞ് അയ്യപ്പന്മാർ ഉറഞ്ഞുതുള്ളി ആഴിയിലെ കനലുകൾ കൈകൊണ്ടു വാരുകയും കനലിലൂടെ നടക്കുകയും ചെയ്യും. ഇങ്ങനെ വാരിയെടുക്കുന്ന കനലുകൾ പൂവുകളാണ് എന്നതാണ് സങ്കല്പം. ആഴിപ്രദക്ഷിണം കഴിഞ്ഞാൽ അയ്യപ്പൻ ഉറഞ്ഞുതുള്ളി താൽക്കാലികമായി നിർമ്മിച്ച ക്ഷേത്രത്തിലെത്തുന്നു. അവിടെ അയ്യപ്പ സവിധത്തിൽ വച്ചിരിക്കുന്ന വാളെടുത്ത് കുലവാഴ വെട്ടിയിടുന്നു. തുടർന്ന് ക്ഷേത്രത്തിനു മുന്നിലെ ശിലയിൽ കരിക്കുടച്ച് ചടങ്ങ് അവസാനിപ്പിക്കുന്നു. ഈ സമയം പൂജാരി തീർത്ഥവും പ്രസാദവും നൽകുന്നു. തുടർന്ന് ദീപാരാധന നടത്തുകയും ചെയ്യുന്നു. ഇതോടെ ആഴിയും പടുക്കയും എന്ന ചടങ്ങ് അവസാനിക്കുകയായി. ഈ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്ന പതിവുമുണ്ട്. കാലദേശങ്ങൾക്കനുസരിച്ച് ഈ അനുഷ്ഠാനത്തിന് ചില ചെറിയ മാറ്റങ്ങളും കണ്ടുവരുന്നു. അയ്യപ്പ പ്രീതിക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഇത്തരം ചടങ്ങുകൾ മണ്ഡലകാലത്തെ മാത്രം പ്രത്യേകതയാണ് കേരളത്തിൽ.